റമളാനിന്റെ മഹത്വം ഞാനും നിങ്ങളും അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ റമളാൻ എന്താണ് ഏതാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹം എപ്പോഴും റമളാനാകണേ എന്നാകുമായിരുന്നു. റമളാനാകണേ, കൊല്ലം മുഴുവനും റമളാനാകണേ, പെരുന്നാൾ വരല്ലേ, ശഅബാൻ വരല്ലേ, റജബ് വരല്ലേ, എപ്പോഴും റമളാനാകണേ എന്നാഗ്രഹിക്കുമായിരുന്നു. എപ്പോ റമളാനിന്റെ ശ്രദ്ധത ഞാനും നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ ലൗ യഅലമുൽ ഇബാദു മാ റമളാൻ ലതമന്നതു ഉമ്മത്തി യകൂന സനതു കുല്ലുഹാ റമളാൻ. എന്റെ അടിമകൾ റമളാനിന്റെ മഹത്വം, റമളാനിന്റെ ശ്രേഷ്ഠത മട്ടം പോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ കാലം മുഴുവനും റമളാനാകണേ, മാസം മുഴുവനും റമളാനാകണേ, ദിനമേതും റമളാനാകണേ എന്നയാൾ ആഗ്രഹിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആഗ്രഹമില്ലാതെ പോയത് ഞങ്ങൾക്ക് റമളാനിന്റെ മഹത്വം അറിഞ്ഞിട്ടില്ല, ഞങ്ങളെ ഈമാൻ പൂർണ്ണമായിട്ടില്ല, ഞങ്ങളെ ഇസ്ലാം ശരിയായിട്ടില്ല, അള്ളാഹുവിനെ പറ്റിയുള്ള പേര് ഞങ്ങളെ കൽബിൽ അശേഷമില്ല, ഞങ്ങളെ ആരാധനകളും നിസ്കാരങ്ങളുമെല്ലാം കേവലം ഒരു തരം നാടകമാണ്, ഡ്രാമയാണ്. ഞങ്ങളെ നിസ്കാരത്തിന്റെ കോലമുണ്ടോ, നിങ്ങളെ നോമ്പിന്റെ കോലമുണ്ടോ? നോമ്പാണെങ്കിലോ കേവലം ഒരു പട്ടിണി കിടക്കൽ മാത്രമാണ്. മറ്റു സമയത്തിനെക്കാളേറെ, മറ്റു മാസങ്ങളെക്കാളേറെ ചില മനുഷ്യന്മാർ ഫിത്ന ഫസാദ് പറയുന്നത് റമളാനിലാണ്.